ഞങ്ങളിവിടെ വന്ന സമയത്ത് ഒരു പ്രായമുള്ള ഒരു ഇക്കാക്ക പറഞ്ഞു, ഒരു പാട്ട് പാടാൻ ഒരവസരം കിട്ടുകയാണെങ്കിൽ ഒന്ന് എന്നെ വിളിക്കണം. ഹലോ, ഡിലേ ഇതിൽ കൂടുതലായി കിടക്കുന്നുണ്ട് ഷെയ്ഫുക. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സമയമുണ്ടെങ്കിൽ സമയപരിധിയിൽ നിങ്ങൾക്ക് പാടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സുഹൃത്തിനെ ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. ഓൾറെഡി ഇവിടെ ഉണ്ടോ? ഇക്ക വന്നിട്ടുണ്ടോ? വാഹിദനോടാണ് ചോദിക്കുന്നത്. ഇവിടെ ഉണ്ടോ ആള്? യെസ്. എവിടെ? ഒരു കയ്യടി കൊടുക്കുക. ഇവിടെ വന്ന സമയത്ത് ഞങ്ങളുടെ ഓർക്കസ്ട്രയുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനൊക്കെ ഞങ്ങളെ സഹായിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എങ്ങനെയെങ്കിലും ഒരു സമയം ഉണ്ടെങ്കിൽ ഒരു പാട്ടൊക്കെ പാടാൻ സമയം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നമുക്ക് സംസാരിച്ച് നോക്കാം. അങ്ങനെ നമ്മുടെ ഫയോ ഇവൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അക്ബർക്കയോട് കാര്യം ചോദിച്ചപ്പോൾ അക്ബർക്ക പറഞ്ഞു, പ്രായമുള്ള ഒരാളല്ലേ? സ്റ്റെപ്പ് വരട്ടെ, മൈക്കൂടെ. ഓക്കെ, ഓണല്ലേ? ഹലോ ഹലോ ഇവിടെ, ഹലോ ഹലോ അവിടെ അല്ല, ഹലോ ഇവിടെ. ആൾക്ക് ഞങ്ങൾക്ക് അവസരം തരാം. ആൾക്ക് ഇത് വായിച്ചോണ്ടായില്ല, ഞാൻ പറഞ്ഞു വായിച്ചോ ചോദിച്ചോ. നമ്മൾ പണ്ടൊക്കെ മൈക്കിന് വയറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വയറ് പൊന്തിയപ്പം മൈക്കിന് വയറ്, അതാണ് ഇപ്പോൾ ആകെ കുടുങ്ങി. അത് മനസ്സിലാക്കിയാണ് ആദ്യം. എല്ലാം അങ്ങ് ഇജ്ജാണല്ലോ, എല്ലായിടത്തും ചാൻസ് വെച്ചിരുമ്പോഴൊക്കെ ഇജ്ജാണല്ലോ. അത് നോക്കണ്ട, നിങ്ങളിവിടെ വരുന്ന സമയത്ത് ഏതായാലും ഇക്ക അവിടെ ഇവിടെ വന്ന സമയത്ത് ഉണ്ടായിരുന്നു. അന്ന് അവിടെ തകർത്തതാണ്. എനിക്ക് തിരക്കല്ല, നല്ല പൈസ അല്ലേ പരിപാടി. എല്ലായിടത്തും ഇപ്പം തന്നെ നല്ല പൈസയാണ്. അപ്പോൾ നമ്മൾ നീഞ്ചി പോയിക്കോ, നീഞ്ചി ഇവിടെ കണ്ട. അപ്പോൾ നമ്മൾ പഴയ കാലത്തൊരു മാപ്പിളപ്പാട്ടാണ് പാടുന്നത്. മാനെ ഇത് കൊണ്ടുപോയത് ആകെയുള്ളൊരു തുണി കുപ്പായ. അപ്പോൾ പഴയ കാലത്തൊരു മാപ്പിളപ്പാട്ടാണ് പാടുന്നത്. ഇവർ പാടുന്ന മാതിരി ശ്രുതി താളമൊന്നും നമ്മൾ മാനെ ഞാനൊന്ന് പറഞ്ഞാട്ടെ അടക്ക് കുഞ്ഞല്ലേ പോലെ. അപ്പോൾ പഴയ കാലത്തൊരു മാപ്പിളപ്പാട്ടാണ് പാടുന്നത്. ഇവർ പാടുന്ന മാതിരി ശ്രുതി താളമൊന്നും നമ്മളെ തൊള്ളിൽ കൂടി വരൂല. ഒരു കയ്യടി ചെയ്തു ഉഷാറായിട്ട്. അത് പോരാ, ഇരന്നിട്ടല്ലോ, ഒന്നും കൂടി ഉഷാറായിട്ട് തുടങ്ങുക, കടിപൊളിയായിട്ട് പോവുക. മാനെ നീ വായിച്ചോ, നമുക്ക് വായിക്കും വേണ്ടേ? കയ്യടി പോലും ഉഷാറായിട്ട് പോലേ. അഷ്റഫ് മോനെ ചായ കുടി, ചായൻ്റൊപ്പം വീടി വരി. ഉമ്മാക്ക് കാലും തീരാതെ ഉപ്പാക്ക് കോഴിക്കോട്ട് പേപ്പറടി. അഷ്റഫ് മോനെ ചായ കുടി, ചായൻ്റൊപ്പം വീടി വരി. ഉമ്മാക്ക് കാലും തീരാതെ ഉപ്പാക്ക് കോഴിക്കോട്ട് പേപ്പറടി. നമ്മൾ ഡാൻസ് വെച്ചിട്ടെ കയ്യടി സാറായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. തൊണ്ണൂറ് കഴിഞ്ഞൊരു വല്യുമ്മ തൊണ്ണൊന്ന് കാട്ടി ചിരിച്ചാല്. 900 വോൾട്ട് വൽവാണ്, ഇത് തൊള്ളവടായി പറഞ്ഞതല്ല. അഷ്റഫ് മോനെ ചായ കുടി, ചായൻ്റൊപ്പം വീടി വരി. ഉമ്മാക്ക് കാലും തീരാതെ ഉപ്പാക്ക് കോഴിക്കോട്ട് പേപ്പറടി. പാട്ടർ കയ്യടി പോലെ മുസായിട്ട് പോകുന്നുണ്ടൊക്കെ അടിപൊളിയായിട്ട്. ജയിക്കാൻ തരൂലേ? പിന്നെ അറിയാത്തൊരു സ്വഭാവം സാറല്ലേ. പച്ചിനമേക്ക് ഡൊറിക്കാത്ത അനക്കൊന്നു ദുബായിക്ക് പോയി കൂടെ. കത്തിന്നു മറുപടി അയച്ചൂടെ.
പടിക്കൊത്തിൽ കായി നിറച്ചൂടേ അഷ്റഫ് മോനെ ചായ കുടി ചായൻ്റെ ഒപ്പം വീടി വലി ഉമ്മാക്ക് കാലും തീരാതെ ഉപ്പാക്ക് പോയി കൂട്ടു പേപ്പറടി ഓർമ്മയുടെ കയ്യടി ബാക്കിൽ പോകാൻ അവസാനമായിട്ട് ഇത്താത്ത ജമീലാന്റെ പൂവൻ കോഴി ഓട്ടിന്റെ പുറത്തേക്ക് പാഞ്ഞു കയറി അത്തിക്കല്ല് പൊറുക്കിയൊരേറെറിഞ്ഞി പൂവൻ കോഴിന്റെ കുറകൊന്നു വയ്യത്ത് അഷ്റഫ് മോനെ ചായ കുടി ചായൻ്റെ ഒപ്പം വീടി വരി ഉമ്മാക്ക് കാലും തീരാതെ ഉപ്പാക്ക് പോയി കോട്ടു പേപ്പറടി ഫ്ലാഷില്ലാണ്ട് കിട്ടുണ്ടോ ഗ്യാരണ്ടി കളറാണ് കിട്ടുണ്ടോ കോയിനെ കൊണ്ടുപോയി കോഴിക്കോട്ട് അവിടന്നു പിന്നെയും കൊണ്ടുപോയി അവിടത്തെ രാജാവൻ്റെ ബമ്പോ രസം കൊണ്ടു പൊട്ടി ചിരിച്ചേ അഷ്റഫ് മോനെ ചായ കുടി ചായൻ്റെ ഒപ്പം തീടി വലി ഉമ്മാക്ക് കാലും തീരാതെ ഉപ്പാക്ക് പോയി കോട്ട് പേപ്പറടി അഷ്റഫ് മോനെ ചായ കുടി ചായൻ്റെ ഒപ്പം വീടി വലി ഉമ്മാക്ക് കാലും തീരാതെ ഉപ്പാക്ക് പോയി കോട്ട് പേപ്പറടി അഷ്റഫ് മോനെ ചായ കുടി ചായൻ്റെ ഒപ്പം വീടി വലി ഉമ്മാക്ക് കാലും തീരാതെ ഉപ്പാക്ക് പോയി കോട്ട് പേപ്പറടി ഇറക്ക് ജി അല്ലാതെ വരല ഇറക്കി ഞാൻ ആ സമയം ഞാൻ തരാം ഇറക്കി എന്ന് പറഞ്ഞാട്ടെ പാടിയ മാത്രം ഒരു കാര്യം പറയണ്ടപ്പോൾ അപ്പോൾ നമ്മളെ പാട്ട് ഇഷ്ടപ്പെട്ടു ഉസാറായിട്ടൊരു കയ്യടി തരും അടിപൊളിയായിട്ട് അപ്പോൾ നിങ്ങളെ കയ്യടി മാത്രം പോലെ അന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ വോട്ടും വേണം വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ISS സ്പേസ് ബീരാൻ മാനേ ബീരാൻ്റെ സ്പെല്ലിങ് എത്താ ബീരാൻ്റെ ബീരാൻ പഠിച്ചവന് സ്കൂളിൻ്റെ പടിയാണ് ആ തോനോട് ചോദിച്ചു ആദ്യമായിട്ട് കണ്ട് ഈ പരിപാടിക്ക് വന്നപ്പോഴാണ് അപ്പോൾ BE ഇരാൻ അപ്പം നമ്മൾ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും ഒരവസരം തരാണ് ഒരു പാട്ടുകൂടി പാടുമൊക്കെ എനിക്ക് പറഞ്ഞോട്ടോ ഓക്കെ അടിപൊളി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടൊരു കയ്യടി കാണട്ടെ ഇഷ്ടപ്പെട്ടൊരു കയ്യടി ഓക്കെ താങ്ക് യു ബീരാങ്ക എല്ലാ വേദിയിലും നമ്മോടൊപ്പം ഉണ്ടാവാറുണ്ട് എന്നാൽ ബീരാങ്കയെ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താം ഏകദേശം ഒരു 10, 18, 20 വർഷമായിട്ട് കൂടുതലും കലാഭവൻ മണിച്ചേട്ടൻ്റെ നാടൻ പാട്ടുകളാണ് പാടുക കൊച്ചിൻ കലാഭവൻ എന്ന സമിതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇന്ന് മെഗാഷോ വേദിയിൽ നിറസാന്നിധ്യമായിട്ടുള്ള അനിൽ ലാൽ കലാഭവൻ നല്ലൊരു ഗൈഡ് കൊടുക്കുക ഗംഭീരമായിട്ട് അനിൽ ലാൽ 1-2 പാട്ടുകളൊക്കെ കഴിഞ്ഞാൽ വീണ്ടും വരും നല്ല നല്ല മണിച്ചേട്ടൻ്റെ നാടൻ പാട്ടുകളൊക്കെ ആയിട്ട് ഓക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം സ്ഥാപനത്തിൻ്റെ മെയിൻ ഗേറ്റ് നമുക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്നേഹത്തണൽ 8891 ബാച്ച് ആ ബാച്ചിന് നല്ലൊരു കൈയ്യടി കൊടുക്കുക നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ മെയിൻ ഗേറ്റ് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്നേഹത്തണൽ 1988-91 ബാച്ചാണ് എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് അടുത്ത ഗാനത്തിലേക്ക് കിടക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആളുകളെ നമ്മൾ വേദിയിലേക്ക് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവരൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുപാട് നല്ല പഴയ പാട്ടുകളുണ്ട് മാപ്പിളപ്പാട്ടുകൾ പത്രത്തിലുള്ള കുറച്ചതല്ല പാട്ടുകൾ ഒരുക്കി